വന്ന് പുനലൂരിൽ പണി തുടങ്ങി എന്റെ അങ്ങോട്ട് പരാതി തന്നെയും ദാണ്ടിരിക്കുന്ന ഒരു പരാതിക്കാരൻ. എന്റെ വീട്ടിൽ ഇറങ്ങാൻ വയ്യേ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് നിന്ന് വീട്ടിൽ ഇറങ്ങി കൊടുത്തു. ഉന്നല നടന്ന് കറങ്ങണ്ട. കാരണം പുന്നലയിൽ ഇതേ വിഷയം ഒരു സ്ത്രീ കുഞ്ഞുങ്ങളിലെ എന്ന് പറയും. പ്രസവം നടക്കുന്നുണ്ടാ, അയ്യോ ഭയങ്കര സഹിക്കാൻ വയ്യാത്ത വേദന. പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ കാണുമ്പോൾ ഒരു സന്തോഷം, പിന്നെ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കാനുള്ള ഒരു അമ്മയുടെ താല്പര്യം. രണ്ടാമതും ഒരു പ്രസവം വരുമ്പോൾ ഈ വേദന എനിക്ക് വേണ്ടാന്ന് പറയാൻ വീണ്ടും പ്രസവിക്കണം, ഇല്ലയോ? ആ കുഞ്ഞിനെ നമ്മൾ വായിച്ചെടുത്തോളം വളർത്തും. എന്താ? ആ പ്രസവ വേദനയെ കൊണ്ടെങ്കിലും കുഞ്ഞുണ്ടാവുന്ന ഒരു അനുഭൂതിയും സന്തോഷവും. അത് നമ്മുടെ ചാനലിന്റെ നേതാവ് മനസ്സിലാക്കും. അമേരിക്കയിൽ നിന്ന് പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഈ മെയിൻ റോഡിൽ കൊടി പറക്കുന്നു, മണ്ണ് തിന്നുന്നു, ഇറങ്ങാൻ നിവൃത്തിയില്ല. ഈ പഞ്ചായത്ത് പ്രസിഡന്റും ജയൻ പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു സീതാമണി അങ്ങ് മുക്കടയിൽ നിന്ന് നടന്നിട്ടില്ലേ? നമ്മൾ ആരും മറക്കരുത്, റിയാസ് മറക്കരുത്. നമ്മൾ നടന്നു വന്ന് നജീവ് കാലങ്ങ് പോയി നടന്നു വന്ന് ഓരോരുത്തരുടെയും വീടിന്റെ ഇവിടെ വന്ന് എവിടെ ഇറങ്ങാൻ തടസ്സമുള്ളേ ആ തടസ്സങ്ങളെല്ലാം ഒരെണ്ണം പറയാമോ? എല്ലാം നീക്കി കൊടുത്തില്ലേ? പുതുതായിട്ട് കണ്ടുപിടിക്കണം. എല്ലാം മാറ്റി കൊടുക്കും. എന്താ MLA വന്നില്ല, മറ്റേ വിമർശന തേങ്ങയാ, ഇവിടെ പ്രതിഷേധം വാങ്ങാത്തൊരിയ. ഇപ്പൊ എന്താ പറയാ, റോഡ് വളരെ നന്നായി പോയി, സ്പീഡ് കൂടി ആളുകൾ ആക്സിഡന്റ് ഉണ്ടെന്ന്, അതൊന്നും തടയാൻ വല്ല മാർഗം ഉണ്ടെന്നേ പറ്റി. റോഡ് നന്നായിപ്പോ എന്നുള്ള കുഴപ്പമാണ്. ഇപ്പോ ഇന്നലെ റോഡ് പണിയാൻ ആളെ കൊണ്ടുവരുമെങ്കിൽ അത് പണി തീർക്കാൻ ഗണേഷ് കുമാറിന് അറിയാം. അതിന് ആവശ്യമില്ലാത്ത വേലകളൊന്നും വേണ്ട. സുഖമായിട്ട് വീട്ടിലിരുന്ന് ഫേസ്ബുക്കിൽ ഇരുന്നവരും തുള്ളിച്ചാടുന്നവരും പ്രതിഷേധിക്കുന്നവർക്ക് ജീവിക്കണ്ടേ എന്ന് കരുതരുത്. ഇപ്പം ദൈവം തന്നെയല്ലോ കള്ളനെ പോലീസിനെ സൃഷ്ടിച്ചത്. ദൈവം തന്നെയാണല്ലോ കള്ളനെ സൃഷ്ടിച്ചതും അവനെ പിടിക്കാനുള്ള പോലീസിനെ സൃഷ്ടിച്ചത് ദൈവം തന്നെയല്ലേ? കള്ളനെ ഒട്ടിക്കാനുള്ള ബുദ്ധിയും പോലീസുകാരനെ കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയും കൊടുത്തതും ദൈവം തന്നെ. എന്ന് പറഞ്ഞ പോലെ ഒരു റോഡ് പണിയൊക്കെ നടത്തുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ വരും. ഈ റോഡ് പണിയാൻ വരുന്നത് MLA അളിയനും അമ്മാച്ചനൊന്നും അല്ലല്ലോ വരുന്നത്, ഏതെങ്കിലും അടിയിൽ വരുന്നവന്മാരല്ലയോ? കോൺട്രാക്ടർമാര് സമയത്ത് പണി തീർത്തപ്പോ ജയൻ തന്നെ പറഞ്ഞു, ഇവിടെ സമയത്ത് പണി തീർത്ത കോൺട്രാക്ടർ അഭിനന്ദിച്ചു. ബഷീർ അമ്മയുടെ മേലോട്ട് നോക്കിയിരിക്കുക, കോൺട്രാക്ട് ഇവിടം വരുത്തി നിർത്തിയിരിക്കുക. തുടങ്ങാൻപ്പെട്ട പാട് വിഷയമാണെന്ന് അറിയാം. ഇതൊക്കെ മാറി തിരിഞ്ഞൊക്കെ വരുന്നേ. റോഡ് പണിയാമെന്ന കോൺട്രാക്ടർ പണിയാത്തതിന് MLA കുറ്റം പറഞ്ഞ് വീഡിയോ ഇടുമ്പോൾ ആലോചിക്കണം, ഈ വീഡിയോ പകർത്തുന്ന ആളിന്റെ വീട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴി മറ്റൊരു കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യിച്ചു കൊടുക്കുകയാണ് ഗണേഷ് കുമാർ എന്ന് മറക്കരുത് എന്ന് മാത്രമേ പറയാം. എനിക്ക് വന്ന് കണ്ട പേടിക്കുന്നതാണെന്നല്ല, ഇതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ടേ ഉള്ളൂ. ഇത് വർത്തമാനം പറയുന്നത് ചെയ്യണല്ലോ. കുന്നല റോഡ് നന്നായി നല്ല സ്പീഡിനെ കൊണ്ട് പോകുമ്പോൾ റോഡ് കൊള്ളാൻ കേട്ടോ. അപ്പോഴും ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ അവരധികം കൊണ്ടുവരണമെന്ന് ഓർമ്മ വേണം. അപ്പോഴും മാറി പറയരുത്. ഈ പ്രതിഷേധം ഞാൻ അംഗീകരിക്കുന്നു. പ്രതിഷേധം എന്റെ കുഴപ്പം കണ്ടോ? ഞാനാണോ റോഡ് പണിയുന്നത്? അല്ലല്ലോ, ഞാനല്ല റോഡ് പണിയുന്നത്. റോഡ് പണിയുന്ന കോൺട്രാക്ടറാണ്. എല്ലാ കോൺട്രാക്ടറും ഒരുപോലെ. നിങ്ങളുടെ നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് എടുക്കൂ. ഒന്നര പിറവന്ത് ഇവിടുന്ന് ഇപ്പൊ വിട്ടാൽ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് അങ്ങ് സന്നിധാനം വരെയും വളരെ സുഖമായിട്ട് പോകാൻ കഴിയുന്നത് എന്തുകൊണ്ടാ? ഇപ്പൊ MC റോഡിനേക്കാൾ ഡിമാൻഡ് ഇവിടെ ഇല്ലേ?